വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന ചിത്രത്തിന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഒരുപോലെയുണ്ട്. തുടക്കം ചിത്രം കാണുന്നതിനു മുൻപാണ് പലരും വിസ്മയെ വിമർശിച്ചു വന്നത്. വിസ്മയുടെ പെരുമാറ്റവും ചിരിയും അല്ലെങ്കിൽ ഒരു ഓവർ ആക്ടിംഗ് ആണ്. പ്രൊമോഷൻ പരിപാടികളിലേക്ക് എത്തിയപ്പോൾ വിസ്മയ ഓവർ ആക്ടിംഗ് ആണ്, ഇത്രയും പ്രായമായില്ല, എന്തിനാണ് ഈ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുന്നത് എന്നൊക്കെയാണ് ആരാധകർ ചോദിച്ചത്. വിസ്മയുടെ അഭിനയം കണ്ട് അഭിമാനത്തോടെ ലിസി ലക്ഷ്മി പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ശരീരത്തെ വിമർശിച്ചവർക്ക് അഭിനയം കൊണ്ട് വിസ്മയ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നാണ് ലിസി ലക്ഷ്മി പറയുന്നത്. പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴുണ്ടായ വിസ്മയുടെ നിഷ്കളങ്കതയെക്കുറിച്ചും ലിസി സംസാരിക്കുന്നുണ്ട്. 35 വയസ്സായില്ലേ, വിസ്മയ എന്തിനാണ് ഇപ്പോഴും ഈ ക്യൂട്ട്നെസ് ഇടുന്നത്? ചെറിയ പെൺകുട്ടികളെ പോലെ, 18ഉം 20ഉം വയസ്സുള്ള കുട്ടികളെ പോലെ എന്തിനാണ് ഇങ്ങനെ കോക്രി കാണിക്കുന്നത് എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. വിസ്മയ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കാണുന്നവർക്ക് അത് ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. വിസ്മയ മോഹൻലാലിന്റെ തുടക്കം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രം കണ്ടവർക്കൊക്കെ പോസിറ്റീവുകൾ മാത്രമേ പറയാനുമുള്ളൂ. വിസ്മയെ ചെറുപ്പം മുതലേ കാണുന്ന ലിസി ലക്ഷ്മിയും താരപുത്രിയെ പ്രശംസിച്ച് എത്തിയിരുന്നു. എന്റെ പ്രിയപ്പെട്ട വിസ്മയ മോഹൻലാൽ, നിന്റെ ആദ്യ ചിത്രമായ തുടക്കത്തിലെ മികച്ച അതിശയിപ്പിക്കുന്ന വിസ്മയം കണ്ടു. എനിക്ക് പറയാൻ വാക്കുകൾ ഇല്ലാത്തത്ര അഭിമാനമുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽക്കേ വേദിയിലെ മികച്ചൊരു കലാകാരിയായിരുന്നു നീ. നമ്മുടെ രാജ്യം കണ്ട എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ അസാധാരണ പ്രതിഭ ബിഗ് സ്ക്രീനിൽ ഇത്രയധികം തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പുലിക്ക് ജനിച്ചത് പൂച്ചയാകില്ലല്ലോ. ചിലർ നിന്റെ ശരീരപ്രകൃതിയും രീതികളെയും വിമർശിച്ചപ്പോൾ വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന മികച്ച പ്രകടനത്തിലൂടെ തന്നെ നീ അവർക്ക് മറുപടി നൽകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നീ അത് തെളിയിക്കുകയും ചെയ്തു. ചിത്രത്തിലെ നിന്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ വേറെ ലെവലാണ്. നിന്റെ ഫ്ലെക്സിബിലിറ്റിയും വഴക്കവും സ്ക്രീൻ പ്രസൻസും ശരിക്കും എടുത്തു പറയേണ്ടതാണ്. ഒരു നായിക എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സ്റ്റീരിയോ ടൈപ്പ് സങ്കല്പങ്ങളെയാണ് നീ കാറ്റിൽ പറത്തിയത്. വെറും 30-ാം വയസ്സിൽ തന്നെ കഴിവ്, വ്യക്തിത്വം, ചിലർ തെറ്റായി പ്രചരിപ്പിക്കുന്നത് പോലെ 35 വയസ്സല്ല, ആത്മാർത്ഥത എന്നിവയ്ക്കാണ് പ്രാധാന്യമെന്ന് നീ തെളിയിച്ചു. പൊതുവേദികളിലെ നിന്റെ നിഷ്കളങ്കതയും ആവേശവും ചെറിയൊരു പരിഭ്രമവും ഒക്കെയാണ് നിന്നെ ഇത്രയേറെ പ്രിയങ്കരിയാക്കുന്നത്. ആ ഗുണങ്ങൾ ഒരിക്കലും കൈവിടരുത്. അമ്മയിൽ നിന്ന് ലഭിച്ച ആ ലാളിത്യവും വിനയവും ദയയും ആർദ്രതയും എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ഇനിയും ഒട്ടനവധി മികച്ച ചിത്രങ്ങളും ഓർമ്മിക്കപ്പെടുന്ന പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിസ്മയ, ഇതൊരു പുതിയ തുടക്കം മാത്രമാണ്. മികച്ച നിമിഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ആശിഷ് ജോ ആന്റണി, ഈ ചിത്രത്തിലെ സർപ്രൈസ് പാക്കേജ് നിങ്ങളാണ്. മികച്ച സ്ക്രീൻ പ്രസൻസോടെ വളരെ മനോഹരമായി തന്നെ നിങ്ങൾ അഭിനയിച്ചു. ആ വലിയ ഭാവനിർഭരമായ കണ്ണുകൾക്ക് വാക്കുകളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ സംവദിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വിജയിച്ച നിർമ്മാതാവ് എന്നതിലുപരി ഭാവിയിൽ ആന്റണി പെരുമ്പാവൂർ അറിയപ്പെടാൻ പോകുന്നത് ആശിഷ് ജോയുടെ പിതാവ് എന്ന നിലയിലായിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുവെന്നും ജൂഡ് ആന്റണിക്കും ഈ മികച്ച ത്രില്ലർ ചിത്രം സമ്മാനിച്ച മുഴുവൻ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനം എന്നും ലിസി കുറിക്കുന്നു.